Love you everyone. ബോച്ചെ ഓക്കെ, അപ്പോൾ ബോച്ചെ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ആണ്. ബോച്ചെ എന്തിനിങ്ങനൊരു കളി, ജയിലിൽ നിന്ന് ഇറങ്ങാത്തൊരു കളി കളിച്ചു എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് നാളെ പറയാം. ഇന്ന് നമ്മളിവിടെ പെട്ടെന്ന് സംസാരിച്ചു പോകുന്നത് ബോച്ചെ ആർമി, അതും ചേച്ചിമാർ. എങ്ങനെയുണ്ട് ഈ പ്ലോട്ട് സെറ്റ് ചെയ്തത്? ബോച്ചയ്ക്ക് വേണ്ടി ഘോരമായിട്ടുള്ള വാദം ബോച്ചയുടെ വക്കീലന്മാർ നടത്തുന്നു. ആക്ച്വലി ശങ്കറിൻ്റെ ഗെയിം ചേഞ്ചറിൽ നമ്മുടെ രാംചരൻ്റെ മറ്റേ ഐ എം അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുമ്പോൾ ബോച്ചയാണ് ശരിക്കും അൺപ്രഡിക്റ്റബിൾ ഫോർ ഹിസ് ഫാൻസ് ആൻഡ് ഈ ബോച്ചയെ കണ്ണടച്ച് വിശ്വസിക്കുന്നവർക്ക്. ഫോർ മീ വെരി പ്രഡിക്റ്റബിൾ. ഇമാതിരി കൂതറ ഏതെങ്കിലും ഒരു ഗിമിക്ക് ഇയാൾ കാണിക്കും എന്നുള്ള കാര്യത്തിന് എനിക്ക് ഉറപ്പായിരുന്നു. വെരി അൺഫോർച്ചുനേറ്റ്ലി ഇയാളിപ്പോൾ യൂഷ്വലി ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ ജയിലിൽ എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധം, അതായത് ജയിലിലാവുന്നവരിൽ എല്ലാവരും 10 ആളെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാളായിരിക്കും അയാളുടേതല്ലാത്തൊരു കാരണം കൊണ്ടോ അല്ലെങ്കിൽ അയാൾക്ക് പിടിപാടില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അയാൾ പെട്ടുപോയത്. ബാക്കി 9 പേരും എന്തെങ്കിലുമൊക്കെ ക്രൈമിൻ്റെ ഭാഗമായിട്ടുള്ളിൽ കയറുന്നവർ തന്നെയാണ്. ഓക്കെ, നമ്മളെ സിസ്റ്റം അത്ര വീക്കല്ല. സാധാരണ രീതിയിൽ ഒരാൾ അകത്ത് പോകുന്ന സമയത്ത് അയാൾ പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതാണ്, അയ്യോ എത്രയോ കേസിൽ എത്രയോ ആളുകൾ ജാമ്യം കിട്ടാതെ അല്ലെങ്കിൽ പിടിപാടില്ലാതെ അല്ലെങ്കിൽ ഒന്നും ജാമ്യം ലഭിക്കാതെ എത്ര പേര് കിടക്കുന്നു എന്ന് കൺവിൻസ് ചെയ്യും ബാക്കിയുള്ളവർ. ഒപ്പമുള്ളവർ ഈ വ്യക്തിയെ കൺവിൻസ് ചെയ്യും. അങ്ങനത്തെ ഒരു പരിപാടിയിൽ ഇങ്ങേര് പോയി കുടുങ്ങി എന്നുള്ളതാണ് പ്രഥമ ദൃഷ്ടിയാൽ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന പരിപാടി മറ്റേ പണിയൊക്കെ ചെയ്തത്. ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാൻ കഴിയാത്തവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒപ്പമുള്ള സഹതടവുകാരായിട്ടുള്ള കുറ്റവാളികൾക്ക് ഐക്യദാർഢ്യമാണോ ഇയാൾ എവിടെ ഇരുന്നിട്ട് സംഭവം ഉണ്ടാക്കിയത്, പ്രഖ്യാപിച്ചത്? എന്താണെങ്കിൽ കൊള്ളാം, അതിലേക്കൊക്കെ നമുക്ക് വിശദമായിട്ട് നാളെ നോക്കാം. കുറേയധികം ആസ്പെക്ട്സ് അതിൽ ലെയേഴ്സ് ചെക്ക് ചെയ്യാനുണ്ട്. ഇന്നിപ്പോൾ ബോച്ചെ ആർമി ആദ്യം തന്നെ അവരുടെ ജൈവിളിയിലേക്ക് പോവാം. ഈ ഒരു പ്ലോട്ട് സെറ്റായിരുന്നു. കാരണം ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷ കോടതി സ്വീകരിച്ച് ജാമ്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പല വെഞ്ചേഴ്സിൻ്റെ ഭാഗമായ പല ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ലേഡീസ് സ്റ്റാഫുകൾ, ഓക്കെ, അവരുടെ പെർമനൻറ്റ് ഓർ നോൺ പെർമനൻ്റ് ആയിട്ട് അവരുടെ കമ്മീഷൻ ബേസിസിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ, വയനാട്, ഇനി ഇല്ല കോയമ്പത്തൂർ, പാലക്കാട്, ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കൊണ്ടുവന്നാൽ ഇതിങ്ങനെയാണ്. ഇയാൾ ബ്ലഡ് ബാങ്ക് ഉണ്ടാക്കാൻ ഓടിയ കാലം മുതൽ ഓടാൻ നിർബന്ധമായിട്ടും സ്റ്റാഫുകൾ ഓരോ ജില്ലയിൽ നിന്ന് വരണമെന്നും അവർക്ക് 100-150 രൂപ കൂടുതൽ കൊടുക്കും. ഇങ്ങനത്തെ പല ഗിമിക്കുകളും ഇയാൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ അവിടുത്തെ എക്സ് എംപ്ലോയീസിന് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. സോ ഈ വന്നുകൂടിയ താനാസേറിൻ്റെ കൂട്ടമൊന്നുമല്ല. ഓക്കെ, ഇത് മറ്റു രാഷ്ട്രീയക്കാർ പറയുന്നത് ഒരു 500 ബിരിയാണിക്കും വന്ന പോലത്തെ സംഗതി സെറ്റപ്പുമാണ്. അതിന് തന്നെ പ്ലോട്ട് നിങ്ങൾ നോക്കണം. ചേച്ചിമാരെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഏതിന്? ഹണി റോസിനെതിരെ ഞങ്ങൾ ഇറങ്ങുകയാണ് വാളെടുത്തിട്ട് പട വെട്ടാൻ എന്ന് പറഞ്ഞ് കുറേ ചേച്ചിമാരെ ഇറക്കി. പിന്നെ കുറേ മതസൗഹാർദ്ദം കാണാൻ പറ്റി. ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് എന്താണെങ്കിലും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ സെറ്റ് ചെയ്താലും മീഡിയക്കാർ ഇപ്രാവശ്യം നല്ല രീതിയിൽ തേച്ചൂക്കിയാണ് വിട്ടിട്ടുള്ളത്. അവിടെ പോയ ഓരോ ഓൺലൈൻ മീഡിയാസും അവിടെ പോയ ഓരോ ചാനലുകളും സാറ്റലൈറ്റ് ചാനലുകളും എൻ്റെ പൊന്നി, അവർ ലിറ്ററലി കളിയാക്കിയിട്ടാണ് ഇവരുടെയൊക്കെ വീഡിയോ സാധനങ്ങളും അതും ഇതൊക്കെ എടുത്തിട്ട് പോന്നിട്ടുണ്ടായിരുന്നത്. എന്നാണെങ്കിലും ഒരു ചേച്ചീൻ്റെ ബൈറ്റ് ഉണ്ട്, ഞാൻ കണ്ട ഞെട്ടിപ്പോയി. ഇതാണ് ഇവരുടെയൊക്കെ അവസ്ഥ. ഈ വീഡിയോ ഞങ്ങളും കണ്ടു ആ വീഡിയോ. അത് പുള്ളി എന്തോ വാക്ക് പറഞ്ഞു മോളെ, പുള്ളിയുടെ വായിൽ നിന്ന് വീണത് ഒരു കുന്തി ദേവി എന്നുള്ള ഒരു വാക്കിന്റെ ഈ കുന്തി ദേവി എന്ന് പറഞ്ഞത് ചേച്ചി ഇപ്പൊ വേറൊരു തരത്തിൽ പറഞ്ഞു. അപ്പൊ ചേച്ചി അത് ഇത്രയും നാൾ മനസ്സിലാക്കി വെച്ചത് അത്തരത്തിലാണ്. അപ്പൊ അതിന്റെ അർത്ഥം ചേച്ചിക്ക് അത് കിട്ടി
കിട്ടിയത് ആ രീതിക്ക് തന്നെയാണ് അതങ്ങനെ തന്നെ കിട്ടിയത്. അങ്ങനെ തന്നെ കിട്ടിയത്. അപ്പൊ അതിലൊരു അതിപ്പോ ചേച്ചിയോടോ ചേച്ചിയുടെ മകളോടോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത്തരത്തിലൊരു പ്രയോഗം ഒരാൾ അന്നേരം തന്നെ പ്രതികരിക്കും. അപ്പൊ അന്നേരം എന്റെ പൊന്ന് ചേച്ചി തന്നെ അയാൾ ഇട്ട് കൊടുക്കുകയാണോ? ബോച്ചെ ഫാൻസിന് തന്നെ ബോച്ചെ പറഞ്ഞത് വ്യക്തമായിട്ട് എന്താന്നുള്ളത് അറിയാം, അല്ലെങ്കിൽ മിസ്ലീഡിങ് ആയി, അല്ലെങ്കിൽ ബോച്ചെ ഈ ഡബിൾ മീനിങ് അടിച്ചത് ഇന്ന സാധനമാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഉറപ്പിച്ച് വന്നൊരു മീഡിയയിൽ പറയുകയാണ്. അടുത്തത് ബോച്ചേനെ ഈ ബോബി ചെമ്മണ്ണൂരിൽ എയറിലാക്കാൻ പോകുന്നത് ഇയാളുടെ ഈ അന്തം ഫാൻസാണ്. ഇത് ഫാൻസും അല്ല, ഇയാളുടെ അന്തം ഈ PR ആർമി, ഇവർ തന്നെ ഇയാളെ എയർ കയറ്റി പൊട്ടിക്കുന്നുള്ളത് ഇയാൾക്ക് അറിയുന്നത് കൊണ്ട് ഇയാൾ ഞാനില്ല പുറത്തേക്ക് പണ്ടാറ ഉള്ള പാരക്കേടും മതിയായി, ഇനി പുറത്തിറങ്ങിയവന്മാർ ഇനി അതിലും ഇന്നെ കൂടുതൽ എയർ കയറ്റുന്ന അറിയുന്നതുകൊണ്ട് മിണ്ടാതെ അകത്തിരുന്നാന്ന് തോന്നുന്നുണ്ട്. ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എനിക്ക് ജയിലിൽ എന്തൊക്കെയോ മറ്റേ സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, വഴിവിട്ട സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ബോബി ചെമ്മണ്ണൂരിൽ VIP പരിഗണന, 3 VIP സന്ദർശിച്ചു എന്നുള്ള സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പോയി ബുദ്ധി പറഞ്ഞു കൊടുത്ത് കാണും ഇയാൾക്ക്, പുറത്ത് ഇതാണ് അവസ്ഥ, നിങ്ങൾക്ക് വേണ്ടി ആളെ കൂട്ടാൻ പറഞ്ഞവർ ഒരു അന്തോ ബുദ്ധി ബോധവും ഇല്ലാത്ത കുറേ ആൾക്കാരെയാണ് കൊടുന്ന് കൂട്ടിയിട്ടുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. കാരണം ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ ചിരിക്കാതിരിക്കും ഇവിടെ നിന്ന്. അവിടെ ശബരിമലയിലെ മകരവിളക്ക് വരെ മുങ്ങിപ്പോയി ഈ ചേച്ചിമാരുടെ ഇമാതിരി തള്ളല്. അതായിരുന്നു ഇന്നത്തെ അവസ്ഥ ലിറ്ററലി. ഓക്കെ, അപ്പം ഇനി ഒരു ചേച്ചി അങ്ങനെ പോയി, ഒരു ചേച്ചി ഇനി ആ ചേച്ചി അല്ല, ഇനി വേറൊരാള്. മാപ്പർഹിക്കാത്ത ശിക്ഷ ബോച്ച ചെയ്തിട്ടുണ്ടോ? ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ മാപ്പ് അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റെന്താണ്? ഒരു നാട്ടിൽ പോയി ഈ പറയുന്ന പോലെ വസ്ത്രവിധാനം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ആരെങ്കിലും ഒരാൾ ബിക്കിനിയിട്ട് ഇനോഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുമോ? കോടതി പറഞ്ഞിരിക്കുന്നത് സമാനമായ കുറ്റകൃത്യങ്ങൾ മുൻപും ഇയാൾ ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കുറ്റകൃത്യം? കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ ഒരാൾ ഇന്റൻഷനലി എന്തെങ്കിലും ചെയ്താലാണ് അത് കുറ്റകൃത്യമാണ്. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന ഇന്റൻഷനെ അല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞ കേസിന് ആസ്പദമായ സംഭവത്തിൽ എന്താണ് ഇന്റൻഷൻ? അത് ഇത് ഈ പബ്ലിക്കിന്റെ മുമ്പിൽ ഇത്രയും പറയില്ലല്ലോ. ഇനി അഥവാ ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ തന്നെ അണീറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പൊ തന്നെ ആ ഒരു ഇത് ഇറങ്ങി വരായിരുന്നു അല്ലേ? അല്ലാതെ കഴിഞ്ഞിട്ടല്ലല്ലോ. ഇപ്പൊ ഞങ്ങളൊക്കെ സ്ത്രീകളാ, ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 4 മാസം കഴിഞ്ഞിട്ടല്ലേ കേസ് കൊടുക്കുക. നമുക്കത് അതും ഫിലിം ഫീൽഡ് പോലെയുള്ളൊരു മേഖലയിലുള്ളൊരു വ്യക്തികൾക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് ഫേസ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ സംഘടനയുണ്ട്. സാധാരണപ്പെട്ട ഒരു ആൾക്കാർ പോലും അല്ല. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? അപ്പം തന്നെ അവർ ബഹിഷ്കരിക്കായിരുന്നു. 4 മാസം കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ഈ കാണുന്ന ജനങ്ങളൊക്കെ പൊട്ടന്മാരല്ലല്ലോ. അതൊക്കെ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ അതിന്റെ പിന്നിലൊക്കെ വേറെ കളികൾ ഉണ്ടാവും എന്നുള്ളത് ഏകദേശം സാധാരണ ജനങ്ങൾക്ക്. കുറ്റക്കാരി എന്നുള്ളതല്ല, പ്രതികരിക്കേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്യണം? പ്രതികരിക്കണം. അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുക? പ്രതികരിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ പറയുന്ന ബോച്ച എന്ന് പറയുന്ന ഒരാള് 4 ദിവസം, നമുക്കിപ്പോൾ ഈ ഹണിറോസ് എന്ന് പറയുന്ന വ്യക്തി മാപ്പർഹിക്കാത്ത ശിക്ഷ ബോച്ച ചെയ്തിട്ടുണ്ടോ? ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ മാപ്പ് അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റെന്താണ്? ഒന്ന് ആലോചിക്കണം കേരള ജനസമൂഹം. ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ഒരാളെ എത്രയോ കൊല്ലങ്ങളായിട്ട് സൗദി അറേബ്യയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ഒരു വ്യക്തിയെ എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് 6 ദിവസം ഈ പറയുന്ന ജയിലിലിട്ടത്? ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ നിയമപീഠത്തിനോട് തന്നെ ചോദിക്കാനുണ്ട്, ഒരു മീഡിയാസിനോടും. നിങ്ങളെല്ലാവരും പിച്ച് പറിച്ച് കീറി കളഞ്ഞൊരു സാധനമല്ലേ ഈ പറയുന്ന വ്യക്തിക്ക് എന്ത് അടിസ്ഥാനം? അത് മനുഷ്യത്വരഹിതമല്ലേ? വെൽ പ്ലാൻഡ് PR എന്നൊക്കെ പറഞ്ഞ ഇതാണ്. മറ്റേ ചേച്ചി എന്താണെങ്കിലും കയ്യിൽ നിന്ന് പോയി, കുന്തി ദേവി അടിച്ച ചേച്ചി. എന്നാലും ഈ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്തോ നല്ല രീതിയിൽ സംസാരിച്ചല്ലോ പറഞ്ഞല്ലോ എന്ന് തോന്നും. ഈ കേസിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ പോലെ ഒരു സംഭവം ഉണ്ടായാൽ അപ്പം തന്നെ റിയാക്ട് ചെയ്യണം. അതാണ് ഏറ്റവും ബെറ്റർ തിങ്. കുറച്ച് കാലം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പല സംശയങ്ങളും പല ചോദ്യങ്ങളും അവർക്ക് നേരെ വരും. എവിടെയായിരുന്നു ഇത്രയും കാലം എന്നുള്ളത്. ഓക്കെ, ഫെയർ ഇനഫ്, ചോദിക്കാം. ആർക്ക് വേണേൽ ചോദിക്കാം, എനിക്ക് ചോദിക്കാം, നിങ്ങൾക്ക് ചോദിക്കാം, ആർക്ക് വേണേൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇവരിപ്പോൾ ഈ പറഞ്ഞ കേസ്, ബോബി ചെമ്മണ്ണൂരിനെതിരെ ഈ ലേഡി കൊടുത്ത കേസ്, ഹണിറോസ് കൊടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ് ഒരു വാർണിംഗ് കൊടുത്തതിന് ശേഷവും നിരന്തരമായി പിന്നാലെ നടന്നു ഉപദ്രവിച്ചു എന്നാണ്. അപ്പോൾ ആ ഉപദ്രവത്തിൻ്റെ തോത് കൂടി എസ്കലേറ്റ് ചെയ്ത് ഏറ്റവും മൂർധന്യാവസ്ഥയിൽ എത്തുന്ന സമയത്താണ് ഈ വ്യക്തി കൊണ്ടുപോയി കേസ് കൊടുത്തത്. അപ്പോൾ ബേസിക്കലി ആ കേസിനെ കുറിച്ച് എന്താണെന്നുള്ള ABCD അറിയില്ല. ഇവർ പറയുന്നത് ഒരു വീഡിയോ കണ്ടു, ആ വീഡിയോൻ്റെ മുകളിലാണ് ഈ നടി കൊടുത്ത രഹസ്യമൊഴി എന്താണെന്നുള്ളത് ഇവർക്കോ എനിക്കോ മാധ്യമങ്ങൾക്കോ ആർക്കും അറിയില്ല.
ഇപ്പോഴും കോടതി ജാമ്യം കൊടുത്തപ്പോൾ ഇയാൾ തെറ്റുകാരനാണ്, പക്ഷെ ഇതൊരു പ്രോസസ്സ് ആയതുകൊണ്ട്, ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ജാമ്യം കൊടുക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത്. പ്രഥമ ദൃഷ്ടിയാൽ ഇയാൾ ചെയ്ത ദ്വയാത്ര പ്രയോഗം അവിടെ ഉണ്ട്, ഇല്ലാതെ എവിടെയും പറയുന്നില്ല. പിന്നെ ഇവർ പറയുന്ന പോലെ ഈ കുട്ടിക്കൊക്കെ കൊടുത്തൊരു പ്ലോട്ട് നിങ്ങൾ കണ്ടല്ലോ, ഒരു മുസ്ലിം വേഷധാരിയായുള്ള മുസ്ലിം ആയിട്ടുള്ളൊരു കുട്ടിയാണ് പറയുന്നത് മറ്റേ അയാളെ സൗദി ജയിലിൽ കിടക്കുന്ന ആളെ രക്ഷിക്കാൻ പോയ സംഗതിയും ബോച്ച ചാടി ഇറങ്ങിയ കഥയൊക്കെയാണ്. അച്ഛനും അമ്മയും തീ കൊളുത്തി മരിച്ച 2 കുട്ടികൾക്ക് വീട് വെച്ച് കൊടുക്കാനാണ്, സ്ഥലത്തിനാണെന്ന് പറഞ്ഞു പോയ ഒരു ബോബി ചെമ്മണ്ണൂരുണ്ട്. അങ്ങനെ ബോബി ചെമ്മണ്ണൂർ വാഗ്ദാനം കൊടുത്ത് നിറവേറ്റാത്ത എത്ര പേരുണ്ട്. ബോബി ചെമ്മണ്ണൂർ മറ്റേ എവറസ്റ്റ് കയറ്റി കൊടുക്കുമെന്ന് പറഞ്ഞൊരു ബാബു ഉണ്ട് പണ്ട്, മലകേറിയ ബാബു. ആ ബാബു ഇന്ന് ഇല്ല ജീവനോടുകൂടി. ബോച്ച ഇത്രത്തോളം നല്ല ഒരാളാണ്. ഫെയിം ആവുമ്പോൾ, ഒരാൾ ഫെയിം ആവുമ്പോൾ, ഒരു ഇഷ്യൂ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുമ്പോൾ നിങ്ങൾ ബോച്ച ഇടപെട്ട കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്ക്. സാധാരണക്കാരന് ഞാൻ എനിക്കറിയുന്ന കേസുകളുണ്ട്. എന്നോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ടറിയോ? എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? യൂസഫ് അലി, ബോബി ചെമ്മണ്ണൂർ, അങ്ങനെ കുറേ പേരുടെ അടുത്ത് പോയിട്ട് ഒന്നും അല്ലാതെ റിജക്ഷൻ പറ്റി വന്ന എത്ര കേസുകളുണ്ട് അറിയോ? അങ്ങനെ എല്ലാവരുടെ കാര്യത്തിലും ഒന്നും നോക്കാതെ കണ്ണടച്ച് ഇടപെടുന്ന ഒരു കോടീശ്വരൻ നന്മമരമാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഒരിക്കലും പറയൂല. അയാൾക്ക് പേഴ്സണലി നല്ല ബെനിഫിറ്റും മൈലേജും കിട്ടുന്ന പരിപാടികളിൽ മാത്രം ഇടപെട്ടും അത് മാത്രം മുന്നോട്ട് കൊണ്ടുപോയും അതിൽ തന്നെ കൊടുത്ത വാഗ്ദാനങ്ങൾ പലതും നിറവേറ്റാത്തയുമായിട്ടുള്ളൊരു മനുഷ്യനാണ് ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആള്. ഇന്ന് രാഹുൽ ഈശ്വരൊക്കെ വന്ന് തള്ളുന്നത് കേട്ടു, മറ്റേ ബ്ലഡ് ബാങ്കിന്റെ കാര്യം. രാഹുൽ ഈശ്വറിന് ആരെങ്കിലും എൻ്റെ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കണേ. ബ്ലഡ് ബാങ്ക് ഒക്കെ വൻ സ്കാമാണ് ഈ ചെങ്ങായി കാണിച്ചു കൂട്ടിയിട്ടുള്ളത്, മനസ്സിലായ? ബ്ലഡ് ബാങ്കിന് വേണ്ടി ഓടിപ്പിച്ച ഇയാളുടെ തന്നെ സ്റ്റാഫിൽ കുറേ ആൾക്കാരുണ്ട്. പോയി ചോദിച്ചു നോക്കുക, വേണ്ടത്തെ എക്സ് സ്റ്റാഫുകൾ കാശും കൊടുക്കാമെന്നും പറഞ്ഞ് ഓടണം നിർബന്ധം എന്ന് പറഞ്ഞിട്ട് ആളെ കൂട്ടാൻ വേണ്ടി ഇതേപോലെ നിർത്തിയ പോലെ അന്ന് ഓടിപ്പിച്ചിട്ടുണ്ട് കുറേ ആൾക്കാരെ. ഇയാളെ സ്ഥിരം പരിപാടി ഇതാണ്. ഇയാളെ ഫിജിക്കാട്ടാണെങ്കിലും ഇയാൾ ഓരോ ബിസിനസ്സും ഇങ്ങനെ തുടങ്ങി ആളെ കൂട്ടി ഇയാൾക്ക് മറ്റേ പരിപാടിയാണ്. എന്നെ ഉയരണ്ണനക്ക്, എന്നെ ഉടലണ്ണനക്ക് എന്ന് പറഞ്ഞിട്ട് പാണ്ടിപ്പടയിലെ മറ്റേ ടീമിനെ കൂട്ടണ മാതിരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷം പിന്നാലെ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആകെ മറ്റേ കാണാനില്ലടി, 100 പേര് തികച്ച് കാണാനില്ല. ലക്ഷം എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഏത് കേസാണ് ഇയാൾ പേഴ്സണൽ മൈലേജും ഇയാളുടെ പേഴ്സണൽ ഇമേജും വർദ്ധിപ്പിക്കാനല്ലാതെ, അല്ലെങ്കിൽ ഇയാളെ പേഴ്സണൽ PR ഇല്ലാതെ ഇയാൾ ഇടപെട്ട കേസ് ഏതാ? എല്ലാ കേസിലും ഇയാൾ ഇങ്ങനെയാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇയാൾ ആ പ്രളയത്തിൻ്റെ സമയത്തും കണ്ട് ഇയാളെ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇയാൾ ബോട്ടിൽ ഇറങ്ങിയല്ലേ നടന്നേ? എവിടെ പോയിരുന്നു ഇയാളെ ഹെലികോപ്റ്റർ? എന്താ ഇയാളെ ഇറക്കാഞ്ഞേ? ഇയാളെ കാര്യത്തിൽ അടിമുടി. പിന്നെ ഇയാളുടെ ഈ പറഞ്ഞ ഒരു മാപ്പ് ചോദിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാപ്പ് കൊടുക്കണോ വേണ്ടേ, ചോദിക്കുക അല്ലെങ്കിൽ മാപ്പ് പറയുക എന്നുള്ളത് ബോച്ചയുടെ പരിപാടിയും, അത് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് അത് അനുഭവിച്ച വ്യക്തിയുടെ പരിപാടിയാണ്. പിന്നെ ഡബിൾ മീനിങ്, ഇയാളുടെ ഡബിൾ മീനിങ്ങിൻ്റെ റേഞ്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ പണ്ടത്തെ ഒരു ബോബി ചെമ്മണ്ണൂരിൻ്റെ പരസ്യം കണ്ടടയാൻ, ഈ ജ്വല്ലറീൻ്റെ പരസ്യം അന്ന് തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അന്ന് ആരും ഓഡിറ്റ് ചെയ്തില്ല. അതാണ് സത്യം. ഈ പരസ്യം നിങ്ങളൊന്ന് കാണും. കടഞ്ഞെടുത്ത പോലെ ഈ മിനുമിനുപ്പ് കണ്ട ശരിക്കും ചുംബിക്കാൻ തോന്നും. ചെമ്മണ്ണൂരാ? അതെ, ചെമ്മണ്ണൂർ ഫാഷൻ ജുവലേഴ്സ്. എങ്ങനെ മനസ്സിലായി? എന്റെ പൊന്നല്ലേ. എവിടെ ഇരിക്കുന്നത്? ഇനി അറിയാൻ പാടില്ല ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആരാ എഴുതിയെന്നുള്ളത്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതൊക്കെ ഓൾഡ് സാധനങ്ങൾ, അന്ന് മുതൽ ഉണ്ട് ഈ സാധനങ്ങളൊക്കെ. ഈ ഒരു വ്യക്തിക്ക് ഇതിനൊരു ലൈസൻസ് നിങ്ങളാണ്ട് കൊടുത്തിരിക്കുകയാണ്. ഒരു കയ്യിൽ നിങ്ങൾക്ക് നിറച്ച് ചാരിറ്റി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കാണിച്ചുകൊണ്ട് കുറേ ചാരിറ്റി ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ആരെയും എന്തും എപ്പോഴും എവിടെയും എങ്ങനെയും എന്ത് വേണമെങ്കിൽ വിളിച്ച് പറയാന്നുള്ള ലൈസൻസ് അല്ല. മനസ്സിലായോ? ഇത് മറ്റേ മാതിരി പറയേണ്ട ഒരു സ്ത്രീ തന്നെയാണ് വേറെ സ്ത്രീക്ക് പാരാന്ന് പറഞ്ഞത്. സ്ത്രീകൾ തന്നെയാണ് ഇപ്പോൾ ഒരു സ്ത്രീക്ക് പാരയായി വന്നിട്ടുള്ളത്. അപ്പോൾ ആ സ്ത്രീയുടെ ഡ്രസ്സിങ് പ്രശ്നം, ആ സ്ത്രീ കംപ്ലൈൻറ്റ് കൊടുത്തത് പ്രശ്നം, ആ സ്ത്രീയാണ് പ്രശ്നം. എന്തോ നടയത്. എന്നിട്ട് ഇതേ സ്ത്രീകൾ നാളെ ഇനി എന്താ പറയുക, അയ്യോ സ്ത്രീ സുരക്ഷ, സ്ത്രീക്ക് മറ്റേ ഇക്വാലിറ്റി, സ്ത്രീക്ക് മറ്റത് വേണം, സ്ത്രീക്ക് മറ്റത് കിട്ടുന്നില്ല, സ്ത്രീക്ക് ഇത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതേ സ്ത്രീകൾ തന്നെ നാളെ കരയും ചെയ്യും. കൊള്ളാം. എന്താണെന്നുണ്ടെങ്കിലും ബോച്ചയ്ക്ക് വേണ്ടി ഇറങ്ങിയ ബോച്ചയുടെ ആർമി